നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ മെറ്റീരിയൽ കാണിച്ചുകൊണ്ട് പറയാം. പെട്ടെന്ന് തീർക്കാട്ടോ, എക്സാം ആണെന്ന് അറിയാം. എന്നാലും കുറച്ച് സൺഡേ ചെയ്തുകൊണ്ട് കുറച്ച് സമയം എടുത്തൂടെ, എങ്കിലും മാക്സിമം സ്പീഡിൽ ചെയ്യാം. ഇന്ന് ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ്, അതിന് നമ്മളൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കാരണം ഇത് ടോപ്പിനായിട്ടും ഒത്തിരി പേര് വാങ്ങുന്നുണ്ട്. തിക്ക് കോട്ടൺ ആണിത്. വിത്തൗട്ട് ലൈനിങ് നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും. നൈറ്റിക്കാണ് എസ്പെഷ്യലി മെയ്ഡ് ഫോർ നൈറ്റിയാണ്, പക്ഷേ നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രിൻറ്റ് ഇത് നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 110 rupees per meter. അടുത്ത പ്രിൻറ്റ് വരുന്നു ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം ഫാബ്രിക്കിൻ്റെ നേച്ചർ. നമുക്ക് ഓരോ വീഡിയോയിലും പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് കാണണം കേട്ടോ ജസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകവശമാണേ, മറ്റേ സൈഡ് കിട്ടിയില്ല. ഇതാ ഇങ്ങനെ നല്ല വശം ഇങ്ങനെ വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നൈറ്റ് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമ്മൾ മെറ്റീരിയൽ കാണുന്ന പോലെയല്ല, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി വരും. അപ്പോൾ ഇതുപോലത്തെ തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് ഈ ജയ്പൂർ കോട്ടൺ 110 rupeesൻ്റെ കോട്ടൺ നമുക്ക് വരുന്നത്. അപ്പോൾ അതിന് നമുക്കിനി ടോപ്പും ബോട്ടവും ആയിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം ചെയ്യാം, അങ്ങനെ നമ്മുടെ ചോയ്സ്. തിരിച്ച് മറിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. യോക്ക് പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക, ഈ ബോർഡർ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാം. രണ്ടും 110 rupees per meter. അപ്പോൾ റെഡ് കഴിഞ്ഞു. അടുത്തത് അതിൽ വരുന്നു പിങ്ക്, ഡാർക്ക് പിങ്ക് ഇങ്ങനെ. അപ്പോൾ ടോപ്പ് ബോട്ടം ഏതോ എങ്ങനെ വേണേലും ഇത് ഇങ്ങനെ വരും. 44 ഇഞ്ച് വിഡ്ത്ത്, 110 rupees per meter. തിക്ക് കോട്ടൺ, ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ. ഇത് അടുത്ത പ്രിൻറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ ഇതിൽ ഒന്നാ വേണ്ടാൽ സെറ്റായിട്ടാണ് വേണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്നാ വേണ്ടതില്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അടുത്തത് ഇങ്ങനെ വരുന്നു, നേവി ബ്ലൂ ഇങ്ങനെ വരും. അപ്പോൾ ഇത് മാത്രം വേണമെങ്കിൽ ഇങ്ങനെ. സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. അതിൽ ഈ നമ്പറുകൾ മെസ്സേജ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്, നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടുന്നുണ്ടാവില്ല. ഇത് 44 ഇഞ്ച് വിഡ്ത്ത്, 110 rupees per meter. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മറക്കാതെ, വീണ്ടും പറയുന്നു മറക്കല്ലേ, എത്ര മീറ്റർ ഒന്നും കൂടെ പറയണേ. അടുത്തത് ബ്ലാക്ക് അല്ലേ, കോഫി ബ്രൗൺ അല്ലല്ലോ, ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക്. എനിക്ക് ഇവിടെ അറ്റം ബോർഡർ കണ്ടപ്പോൾ ഒരു കോഫി ബ്രൗൺ പോലെ തോന്നിയതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. 44 ഇഞ്ച് വിഡ്ത്ത്, 110 rupees per meter. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളക്ഷൻ ഇങ്ങനെ വരും. ഇതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും തിക്നെസ് വരുന്നത്, ഇങ്ങനെ വരും. ഇത് നമുക്ക് ഫസ്റ്റ് നോർമലി വലിയ കംപ്ലയിൻസ് ഒന്നും വരാത്തൊരു മെറ്റീരിയലാണിത്. ഫസ്റ്റ് വാഷ് ഒന്നും ഏത് മെറ്റീരിയലാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി പിന്നെ നമുക്ക് നോർമൽ ആയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ മര്യാദയ്ക്ക് കോട്ടൺ മെറ്റീരിയൽസ്, ക്യാമ്പ്രിക് കോട്ടനൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് കാണിച്ചുകൊണ്ടിരുന്ന സമ്മതിക്കില്ലല്ലോ. റയോണൊക്കെ കണ്ടാൽ മതില്ലേ. അപ്പോൾ കുറച്ച് കോട്ടൺ റയോൺ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോട്ടൺ റയോൺ, നമ്മൾ ഈ ക്യാമ്പ്രിക് കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ നോർമലി വലിയൊരു കംപ്ലയിൻറ്റ് വരാത്തൊരു മെറ്റീരിയലാണ്. എങ്കിലും കഴിഞ്ഞ കമൻറ്റിൽ ഒരാൾ ചോദിച്ചിരുന്നു അതിന് കളർ ഗാർഡ് യൂസ് ചെയ്യണമെന്ന്. ഏത് ഫാബ്രിക്കിൻ്റെയും ആ ഫ്രഷ്നെസ്, ആ ഒരു പിന്നെന്താ പറയുക, ഫസ്റ്റ് ടൈം ആ കളർ ഗാർഡ് യൂസ് ചെയ്താൽ ആ കളർ ഗാർഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. കളർ ഗാർഡ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് അതേ രീതിയിൽ അതേ മെത്തേഡിൽ ചെയ്യണം കേട്ടോ. അത് എന്നാലേ ആ കളർ ഫിക്സ് ആവുള്ളൂ. ഫസ്റ്റ് ടൈം കളർ ഗാർഡ് ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ അതിൽ മുക്കി വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കഴുകരുത്, അപ്പോൾ കളർ ഫിക്സ് ആവില്ല. അതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ. എന്നിട്ട് കളർ ഗാർഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഏത് കമ്പനിയുടെ ഒന്നും ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ അടുത്തുണ്ട്, 120 rupees ആണ്. അത് വേണമെങ്കിൽ അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം. അത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഏത് ഫാബ്രിക്കിൻ്റെയും ആ കളർ ഫിക്സ് ആവുക. നമ്മൾ കളർ ഫിക്സ് ആയി കെമിക്കൽ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ഫാബ്രിക്കാണെങ്കിൽ അത് കുറേ കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഈ റേറ്റിലുള്ള ഫാബ്രിക്കിന് കളർ ഗാർഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അത് ഏറ്റവും ആ കളർ ഫിക്സ് ആവുള്ളൂ. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. പ്രത്യേകിച്ച് ഈ റയോണിനൊക്കെ ആകുമ്പോൾ നമുക്ക് മിക്കവാറും എല്ലാത്തിനും കളർ ലീക്കിംഗ് ഉണ്ടാവും. അപ്പോൾ പിന്നീട് കളർ ലീക്കിംഗ് എന്നൊരു കംപ്ലയിൻറ്റ് പറയരുത്. കാരണം ഓരോ ഫാബ്രിക്കിനും അതിൻ്റേതായ ഡൈസ് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണോ, പിന്നെ പൊതുവേ ഏത് ഫാബ്രിക്കിലാണെങ്കിലും പീക്കോക്ക് ബ്ലൂ ആ ഷെയ്ഡിന് കളർ ലീക്കിംഗ് ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കണം. അപ്പോൾ നമ്മൾ റയോൺ കോട്ടൺ, ഇത് നമ്മൾ പ്യുവർ റയോൺ അല്ല, റയോൺ കോട്ടൺ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വരില്ലേ. നോർമലി റയോൺ കണ്ടൻറ്റാണ് കൂടുതൽ. ഒരു ജോർജറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്നാൽ അതുപോലെ ഫ്ലോയിങ് ടൈപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ. ഇത് 44 ഇഞ്ച് വിഡ്ത്താണ്, 140 rupees per meter ഇങ്ങനെ വരും ഇത്. അപ്പോൾ വീണ്ടും പറയുന്നു, പുതിയ ഫാബ്രിക് ഏത് നമ്മൾ എടുത്തു കഴിയുമ്പോഴും അതിന് ഒന്നുമില്ല ചെറിയൊരു പീസ് ഇട്ട് കഴുകി നോക്കി. എപ്പോഴും കളർ ഫിക്സ് ചെയ്യാൻ ആ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് സേഫ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റ് ഇത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ
സിന്തറ്റിക് മെറ്റീരിയൽസൊക്കെ ഇനി വഴിയെ കൊണ്ടുവരും. ഇപ്പോൾ കുറേ മെറ്റീരിയൽസ് ആൾക്കാർ പേര് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടുവരാം. അപ്പോൾ കോട്ടൺ മാത്രം എന്നുള്ളത് വേണ്ട, കോട്ടൺ കൊണ്ടുവരും. കോട്ടൺ ലവേഴ്സിനെ മറക്കില്ല, കാരണം ഞാനൊരു വലിയ കോട്ടൺ ലവറാണ്. അപ്പോൾ അതിൽ മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്നു സെക്കൻഡ് കളർ. ഫസ്റ്റ് നമ്മൾ പീച്ച് കണ്ടു, ഇത് മസ്റ്റാർഡ് യെല്ലോയിൽ ബ്ലാക്ക് ഡിസൈൻ. അപ്പോൾ നമുക്ക് ഈ റയോണിലൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ഫ്രീക്വൻറ്റ് വാഷ് ചെയ്യുമ്പോൾ ഈ പ്രിൻറ്റ് പോകാൻ ചാൻസ് ഉണ്ട്, ഈ ഡോട്ട് പോലെ വരുന്നതൊക്കെ. അപ്പോൾ നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്യുമ്പോഴാണ് അതൊന്ന് ഫിക്സ് ആവുക. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതിനും 44 ഇഞ്ച് വിടുത്ത് 140 rupees per meter. അപ്പോൾ നമ്മൾ നോർമൽ സൈഡ് സ്ലിറ്റ് ഉള്ളത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടോപ്പുകൾ ചെയ്യാം. ഇങ്ങനെ വരും. അതങ്ങനെ. പിന്നെ ഇത് ഗ്രേ ഒരു വൈറ്റും ബ്ലാക്കും ഡിസൈൻ വരുന്നു അതിൽ ഇങ്ങനെ. പിന്നെ പൊതുവേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വരും, നമ്മൾ അന്ന് മൊഡാൽ ചന്തേരിയൊക്കെ കൊണ്ടുവന്നപ്പോൾ കണ്ടില്ല, എല്ലാത്തിലും ഫോയിൽ പ്രിൻ്റ് ആണ് പൊതുവേ ട്രെൻഡ് വരുന്നത്. അപ്പോൾ റയോണിൽ നമ്മൾ അധികവും അതിൽ ഏറ്റവും ചൂസ് ചെയ്തിട്ട് എടുത്തതാണ് ഫോയിൽ പ്രിൻ്റ്. പക്ഷേ കൂടുതൽ നമുക്ക് കളക്ഷൻസ് വരുന്നതൊക്കെ ഫോയിൽ പ്രിൻ്റ് ഉള്ളതാണ്. പക്ഷേ ഈ റയോണിലൊക്കെ വരുന്ന ഫോയിൽ പ്രിൻ്റ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മങ്ങാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷേ പൊതുവേ ഇപ്പോഴത്തെ ട്രെൻഡ് ഇനി വരാൻ പോകുന്നതും കൂടുതൽ ഈ ഫോയിൽ പ്രിൻ്റുകൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ചിലത് നമുക്ക് മങ്ങിപ്പോകാൻ, നമുക്കതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ഒരു ഇങ്ങനത്തെ നമ്മൾ മെറ്റീരിയൽസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു ഫാബ്രിക് അല്ല ഇത്. കണ്ടോ, ഭംഗിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇതിന് നമുക്ക് നേവി ബ്ലൂ ഒക്കെ ബോട്ടം ഉപയോഗിക്കാം. അപ്പോൾ കളർ ഗാർഡ് ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ ലൈഫ് കൂടും. അല്ല ഇങ്ങനെ കാരണം ഓരോരുത്തർ ഓരോ തരത്തിലല്ലേ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത് 44 ഇഞ്ച് വിടുത്ത് 140 rupees per meter ഇങ്ങനെ വരും. വലിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് സിംപ്ലി ബ്യൂട്ടിഫുൾ ഇങ്ങനെ. അതങ്ങനെ. ഇനി അടുത്തതും ഇതിൽ നല്ലൊരു ഇനാമൽ പോലെ ഒരു ഫോയിൽ പ്രിൻ്റ് പോലത്തെ ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ നമ്മളിത് കളർ ഗാർഡിൽ ഇട്ട് വെച്ചിട്ട് എല്ലാം അതൊക്കെ ജസ്റ്റ് ഇട്ടിരുന്നു, അതിലൊന്നും വലിയ കുഴപ്പം കണ്ടില്ല. പക്ഷെ നമ്മൾ ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ്. എന്തായാലും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് കണ്ട്, ഇത് കളർ ഗാർഡിൽ വാഷ് ചെയ്തിട്ട് എടുത്ത പീസാണ്. കളർ ഗാർഡിൽ കഴിയുമ്പോൾ അതിന് വലിയ കുഴപ്പമില്ല, കാരണം കണ്ടോ കുറേ നേരം വെള്ളത്തിലിട്ടും വെച്ചിട്ട് പിന്നെ എടുത്തതാണ്. അപ്പോൾ കളർ ഒട്ടും ഫെയ്ഡായിട്ടില്ല, ഒന്നുകൂടെ ഇതായിട്ടല്ലേ ഉള്ളൂ. ഇത് കണ്ടോ. പക്ഷേ ഈ സംഭവം പോവാം, ഇതിൻ്റെ ഇത് ഫോയിൽ പ്രിൻ്റ് പോലെ വരുന്നില്ലേ, അത് പോവാം. ഇതിൽ പക്ഷെ പോയിട്ടില്ല, പക്ഷേ നമുക്ക് പോവാം. നോർമൽ വാഷ് ചെയ്താൽ അത് പോകുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് സേഫേ. ഇതിൽ കളർ ഗാർഡിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് കരുതണ്ട കേട്ടോ, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫാബ്രിക്കിനെ എങ്ങനെ അതിനെ ലോങ് ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ്, അല്ലാതെ അതിന് വേറൊരു ഇതൊന്നും ഇല്ല കേട്ടോ അത്. അപ്പോൾ ഇത് നമുക്ക് 54 ഇഞ്ച് വിടുത്തല്ല വരുന്നത്, കുറച്ചുകൂടെ ആക്ച്വലി 54 ആണാവല്ലേ, അത് അളന്നില്ല. $1 meter = 44 ഇഞ്ച്. ഇത് കുറച്ച് തിരക്കിട്ടെടുത്ത വീഡിയോയാ. 48 ഇഞ്ച് അല്ലേ, 48 ഇഞ്ചിൻ്റെ വിടുത്താണ് ഇത് വരുന്നത്. ഇതുണ്ട്, ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ വരും. അതിനാ ഭംഗി കൊടുക്കുന്ന ഒരു ഷൈനിങ് എഫക്റ്റ് കൊടുക്കുന്നത് അതാണ്. പക്ഷേ ആ കളർ ഗാർഡ് ഇട്ട് കഴിയുമ്പോൾ അത് പോകണില്ല, അല്ലെങ്കിൽ അത് ആ പ്രിൻറ്റ് പോവാം. അത് വെറുതെ വെള്ളത്തിലാക്കുമ്പോൾ അത് പോകും കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി വാങ്ങുക. അതാണ് റയോൺ കോട്ടൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ചിലതിന് ഷ്രിങ്കേജ് വരാം, ചിലത് നമ്മൾ റിങ്കിൾ റയോണൊക്കെ എടുക്കുമ്പോൾ റിങ്കിൾ റയോൺ ഞാൻ അതാ വല്ലാതെ കൊണ്ടുവരാത്തത്. ചിലത് ചുരുങ്ങും, ചിലത് നീളും, അങ്ങനെ പല. പക്ഷേ ഇടാൻ സുഖമാണ് സംഭവം, നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. പക്ഷേ ഈ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് അത് അറിഞ്ഞ് ആവശ്യപ്പെടുന്നവർക്ക് ഷോപ്പിൽ നിന്ന് ഞാൻ ഇവിടുന്ന് കാണിച്ചു കൊടുത്ത് അവർ വാങ്ങാറുണ്ട്. അപ്പോൾ ഇത് 48 ഇഞ്ച് വിടുത്ത് 150 rupees per meter ഇങ്ങനെ റയോണാണ്. അത്യാവശ്യം തിക്നെസ് ഉള്ള റയോൺ ആണ്, കോട്ടൺ റയോൺ കേട്ടോ. എടുത്തല്ലേ എൻ്റെ ഫോട്ടോ കിട്ടിയതല്ലേ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ, കോട്ടൺ ജക്കാർഡ് എന്ന് പറയില്ലേ, കോട്ടൺ ജക്കാർഡ് ഇങ്ങനെ വരും. ആ ഒരു സെൽഫ് കണ്ടോ, സെൽഫ് ഇതൊന്ന് ക്ലോസർ വ്യൂ കാണിച്ചു കൊടുക്കുമോ. ഇങ്ങനെ ശരിക്ക് ഇതിൻ്റെ നല്ല വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ കാണുന്ന ഈ വശമാണ് നല്ല വശം. ഇത് അകത്ത് നമുക്ക് ഇങ്ങനെ 2 ഓപ്ഷനുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഒരു സെൽഫ് പ്രിൻറ്റ് പോലെ തോന്നും, ഇങ്ങനെ ആകുമ്പോൾ ഇത് തോന്നുന്നു. 2 തരത്തിലും ചെയ്യുന്നവരുണ്ട് ഈ ഒരു ഫാബ്രിക്കിൽ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ചോയ്സാണ് ഏത് വേണമെന്നുള്ളത്. 44 ഇഞ്ച് വിടുത്ത് 180 rupees per meter. ഫൈൻ കോട്ടൺ ആണ് കേട്ടോ, നല്ല കോട്ടൺ ആണിത്. അമ്മേ വെയിറ്റ് ഉണ്ട്. ഇതുണ്ടോ, നല്ലൊരു സുന്ദരി കളർ. പക്ഷെ അങ്ങനെ ഇനിയിപ്പോൾ ദുപ്പട്ടയ്ക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് 44 ഇഞ്ച് വിടുത്താണ്, നല്ലൊരു സുഖമുള്ള മെറ്റീരിയൽ. അപ്പോൾ ലൈനിങ് ഇട്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് കമ്പൽസറി. ഇങ്ങനെ പ്ലീറ്റഡ് മോഡലൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത് 180 rupees per meter കോട്ടൺ ജക്കാർഡ്. അതിൽ
ഇതൊക്കെ നമ്മൾ ഓരോ മെറ്റീരിയലും നല്ല ഒരു പുതിയ ഓരോ ഐറ്റംസ് അങ്ങനെ കൊണ്ടുവന്ന് നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഇത് വെള്ളത്തിലിട്ട് കുഴപ്പമൊന്നുമില്ല, കളർ ലീക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഏത് ഫാബ്രിക് ഞാൻ എപ്പോഴും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് അജരക്ക്, ബ്ലോക്ക് പ്രിൻറ്റ് അങ്ങനത്തെയൊക്കെ നാച്ചുറൽ ഫാബ്രിക്സ് ആണെങ്കിൽ എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്യണം. ഇനി നമ്മൾ സെറ്റ് 3 പീസ് സെറ്റ് ആസ് റണ്ണിങ് എന്ന് പറയില്ലേ, നമ്മൾ കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ റണ്ണിങ് മെറ്റീരിയലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അതിൽ ഇത് ടോപ്പ്, ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാമല്ലേ, രണ്ടിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ദുപ്പട്ട 270 റുപ്പീസ്, 270 രൂപ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ദുപ്പട്ടയുടെ പാറ്റേൺ അനുസരിച്ച് ഇത് ബോട്ടം ആക്കാം, ഇത് ടോപ്പ് ആക്കാം, എങ്ങനെ തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ ആയിരിക്കും. അപ്പം ഇതായിരിക്കും ടോപ്പിന് നല്ലത്. അപ്പോൾ നമ്മൾ നോർമൽ സെറ്റ് വരിക 2.5 മീറ്റേഴ്സിലല്ലേ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് സെറ്റായിട്ട് എടുക്കുന്നവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് കേട്ടോ, കാരണം അങ്ങനെ അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം ഏതെങ്കിലും ഒന്നും ആദ്യം തീർന്നു പോയാൽ പ്രശ്നമാവില്ലേ. അപ്പോൾ ഇതിൽ ടോപ്പിൽ ഇങ്ങനെ വരുന്നു, 44 ഇഞ്ച് വിഡ്ത്ത് ഇങ്ങനെ വരും. 140 റുപ്പീസ് പെർ മീറ്റർ, 140 രൂപയുടെ നമ്മുടെ ക്യാമ്പ്രിക് കോട്ടൺ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടോപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഇത് ബോട്ടം ഇങ്ങനെ, ടോപ്പും ബോട്ടവും ദുപ്പട്ട നമ്മൾ നോർമൽ സാധാരണ മൽക്ക് കോട്ടണിൽ ദുപ്പട്ട 2.25 മീറ്റർ വരുന്നു, 270 രൂപ ഇങ്ങനെ. ഇനി 3 പീസ് സെറ്റിൽ നമുക്കിനി അവൈലബിൾ ആയ സ്റ്റോക്ക് ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച്ഡ് ബോട്ടം പ്യുവർ കോട്ടണിൽ വരുന്നത്. ഈ ബോട്ടംസിൻ്റെ എല്ലാം കളേഴ്സ് നിങ്ങൾക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ്. മെറ്റീരിയൽ കാണിക്കാൻ പറഞ്ഞില്ലായിരുന്നു ഒരു മാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫ്രീ സൈസ് XXL സൈസ് വരെ ഉള്ളവർക്ക് ഓക്കെ ആയിരിക്കും. പ്ലസ് സൈസ് ഉള്ളവർക്ക് 50 റുപ്പീസ് കൂടെ എക്സ്ട്രാ ആണെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ പറഞ്ഞത്. അതെ, റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഇങ്ങനെ. XXLനൊക്കെ അങ്ങനെ ഒരുപാട് വലിയ സൈസാണ്, അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അവർ സ്റ്റിച്ചിങ് ചാർജ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരും. ഇങ്ങനെ വരുന്നു. കംഫർട്ട് ലെവലിൽ ടോപ്പായ സ്ഥിരം വാങ്ങുന്നവർക്ക് അറിയാം, ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലാത്ത ട്രൈ ചെയ്ത് നോക്കും. കോട്ടണിലാണ് വരുന്നത്. സ്റ്റിച്ച്ഡ് ബോട്ടം 350 റുപ്പീസ്, 350 രൂപ. ഇതൊരു പർപ്പിൾ ഷെയ്ഡ്, പർപ്പിൾ. ഇനി ഓരോ കളേഴ്സ് ഞാൻ കാണിച്ചു പോയുള്ളേ. ലെമൺ യെല്ലോ, പറയാൻ പറ്റാത്ത കളറിൻ്റെ പേരും വരുന്നുണ്ടാവും ഇപ്പോൾ. സാൽമൺ കളർ, അതായത് നമ്മുടെ കനകാമ്പര കളർ. പിസ്ത ഗ്രീൻ. ഞങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാറുള്ള ബോട്ടം തന്നെയാണ് കേട്ടോ, ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് വെക്കോളൂ. ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് പീച്ച്, പീക്കോക്ക് ഗ്രീൻ, റാണി പിങ്ക്. ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് വിടുക കേട്ടോ. കിങ് ഫിഷർ ബ്ലൂ, അതിൻ്റെ ജസ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ ഉണ്ട്, കുറച്ച് വ്യത്യാസത്തിൽ കേട്ടോ, വലിയ വ്യത്യാസമില്ല രണ്ടും ഇങ്ങനെ ഏകദേശം. അപ്പോൾ ഫസ്റ്റ് 2 ഇതിലും ജസ്റ്റ് കമ്പയർ ചെയ്തിട്ടില്ല ഏതാ വേണ്ടത്, 1, 2 ഇതിലേതാ വേണ്ടതെന്ന് ഇങ്ങനെ പറയണേ. ഡാർക്ക് മെറൂൺ, റെഡിഷ് മെറൂൺ അല്ല, കുറച്ചുകൂടെ ഡാർക്ക് മെറൂൺ. ബ്ലാക്ക് നേവി ബ്ലൂ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ താഴെ നിന്ന് എഴുതണേ. വൈറ്റ്, മാംഗോ യെല്ലോ അല്ലേ, മാംഗോ യെല്ലോ, പക്ഷെ ഡാർക്ക് യെല്ലോ ആണ്. ഡാർക്ക് ഗ്രേ, ഇതിപ്പോൾ എന്താ പീക്കോക്ക് ബ്ലൂ ആണല്ലോ, ടീൽ ബ്ലൂ അങ്ങനെ വെച്ചാൽ സുന്ദരി ബ്ലൂ. ഇതുണ്ടോ, ഇതാണ് പീക്കോക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ. ഇത് പീക്കോക്ക് ഗ്രീൻ ആയിരുന്നു കേട്ടോ, ഇത് പീക്കോക്ക് ബ്ലൂ. അപ്പോൾ അല്ലേ, കളർ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തത് റെഡ്, പിന്നെ ഒലിവ് ഗ്രീൻ, നമ്മൾ ചെറുപയർ വെച്ച പറയില്ലേ അത്. കോഫി ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗൺ ആണ്. പിന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ, ഒരു ഗ്രീൻ്റെയും ഗ്രേയുടെയും കൂടെ ഇടയിൽ വരുന്ന കളറാണ്. പ്ലെയിൻ ജോർജറ്റ് ഉണ്ടോ ചോദിച്ചിരുന്നില്ലേ, അപ്പോൾ ഞാൻ അവൈലബിളാണ്, ഇവിടെ ഉള്ള കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ജോർജറ്റ് ഇത് ഇങ്ങനെ വരുന്നു. ഒരു ഫോക്സ് ജോർജറ്റിലാണ് ഇത് വരുന്നത്. 58 ഇഞ്ച് വിടുത്തുണ്ട്, 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. ടീൽ ബ്ലൂ, നല്ല യെല്ലോ, മസ്റ്റാർഡ് യെല്ലോയുടെ ആ ഒരു മാംഗോ യെല്ലോയുടെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു കളറാണ് അത്. ഇത് ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക്, ഒനിയൻ പിങ്ക്, വൈറ്റ്, പിന്നെ ഒരു ബ്രിക്ക് റെഡ് എന്ന് പറയാം, അല്ല മറ്റേ ബ്രിക്ക് റെഡാണിത്, ബ്രിക്ക് റെഡ്. ഡാർക്ക് നേവി ബ്ലൂ, പ്ലെയിന്. പിന്നെ ലൈറ്റ് പിസ്ത ഗ്രീൻ, ഇത്
ഇത് 58 ഇഞ്ച് വിടുത്തുണ്ട്. സാരിക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വിടുത്ത് കുറച്ച് കട്ട് ചെയ്ത് കുറച്ചാൽ മതി. ഇത് ആ ഒരു കനകാംബര കളറിൻ്റെ യെല്ലോയുടെ ഇടയിൽ വരുന്ന ഒരു കളർ, സാൽമൺ കളറിൻ്റെ യെല്ലോയുടെ ഇടയിൽ വരുന്ന ആ കളറിൻ്റെ പേരറിയാത്ത ആ സുന്ദരി കളർ. ഇതൊരു പേസ്റ്റൽ ഗ്രീന്. അത്രയും മെറ്റീരിയൽസ്. ഇനി കുറച്ച് സ്റ്റിച്ച്ഡ് മോഡൽസ് വേഗം കാണിക്കാം. ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ ഇനി സ്റ്റോക്ക്, ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുന്ന ആസ് പെർ ഓർഡർ, കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്നതാണ്, നോട്ട് ഫോർ സെയിൽ, കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ആണ്. ഈ മെറ്റീരിയൽ കഴിഞ്ഞു കേട്ടോ. ഇതേ മറ്റേ ഹക്കോബയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ മോഡൽ ചെയ്യാം. ജസ്റ്റ് മോഡൽ കാണിക്കാം. കോളർ നെക്കാണ്, ഇങ്ങനെ വരും. അപ്പോൾ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് പറയുക. അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ് സെക്ഷനിലേക്ക് കണക്ട് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ നിങ്ങളുടെ സമയമാകുമ്പോൾ പ്രതിഫലിക്കും. ബാക്ക് ടക്ക് ഉണ്ട്, അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണ്. ബാക്ക് ടക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ടക്ക് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു പീസ് ചെയ്ത് നോക്കുക ഓൺലൈൻ ചെയ്യുമ്പോൾ, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഫീൽഡാണ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. എങ്കിലും നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ഓൺലൈനായിട്ട് തന്നെ ചെയ്ത് വരുന്ന കാണാത്ത എത്രയോ പേർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ജോർജറ്റിൽ നമുക്ക് ചെയ്യാവുന്ന ജീൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാവുന്ന ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. അവർ പ്രതിഭയായിട്ട് കസ്റ്റമർ കെയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് റേറ്റ് പറഞ്ഞു തരും. ഇതിങ്ങനെ പിൻ ടഗ് നമ്മൾ ടക്സ് അകത്തേക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഒരു പ്ലേറ്റ്സ് മോഡലാണ് വരും, ഇങ്ങനെ വരും. ജോർജറ്റിൽ നമുക്ക് ചെയ്യാവുന്നൊരു മോഡലാണ്. ഇനി ഇക്കത്തിലൊക്കെ നമുക്ക് ചെയ്യാവുന്നൊരു കോളർ നെക്ക്, ഇതാ ഇങ്ങനെ ഉണ്ടോ, ഈ ടൈപ്പ് കോളർ. സ്റ്റിച്ച്ഡ് കുർത്തീസ് ചെയ്യാം, കുറേ പേര് റെഡിമെയ്ഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ മെല്ലെ ഒന്ന് സ്റ്റിച്ചിങ് കൺട്രോൾ ആയി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കോളർ നെക്ക് സിമ്പിളായിട്ട് കോട്ടണിലും നമ്മുടെ പ്രത്യേകിച്ച് കാന്ത ലൈൻസിലൊക്കെ നമുക്ക് കോളർ നെക്ക് എപ്പോഴും നന്നായി ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തതിൻ്റെ പേപ്പറാണ് കേട്ടോ. അതിൽ ഞാൻ പേപ്പർ റിമൂവ് ചെയ്തിട്ടില്ല, ഇന്നിപ്പോൾ ഇങ്ങനെ റെഡിയായി ഇറങ്ങിയത് കാണിച്ചു എന്ന് മാത്രം. കോളർ നെക്കാണത്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് കോളർ നെക്ക്, ഇങ്ങനെ നമ്മൾ അജ്രക്കിൽ ഞാൻ പറഞ്ഞില്ലേ ബോട്ടം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തുന്ന ലൈൻസ് മെറ്റീരിയൽ കൊണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ ഭംഗി. അത് നല്ലൊരു വെറൈറ്റി മോഡലായിരിക്കും. ബോട്ടം ആ ലൈൻസ് സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ അന്ന് ഡെനിമിൽ ത്രെഡ് വർക്കുള്ള ഒരു മെറ്റീരിയൽ കഴിഞ്ഞില്ലേ, ഇതുപോലെ നമ്മൾ ഡെനിമിൽ ഹക്കോബയിൽ വരുന്ന ഏത് മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ ബാബാ സൂട്ട് മോഡലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതിന് ഇന്നറായിട്ട് ടീഷർട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ചെയ്യാം. അതങ്ങനെ ഇടാം. ഇതിന് ഫ്ലെയർ നമുക്ക് ആവശ്യാനുസരണം കൂട്ടാം. ഇങ്ങനെ രണ്ട് സൈഡിലും പോക്കറ്റ് വെച്ചിട്ട് അങ്ങനെ ഒരു മോഡൽ ഇങ്ങനെ. ഇനി നമ്മുടെ റിങ്കിൾ റയോണിൽ തന്നെ സ്ലീവ്ലെസ് ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു മോഡൽ. ഇത് ജയശ്രീ മാമിനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ, കണ്ണുണ്ടാവുമായിരിക്കും അല്ലേ. സ്ലീവ്ലെസ് ഇതാ ഇങ്ങനെ വരും, നോർമൽ. ഇവിടെ താഴെ ഒരു ഇത് കൊടുത്ത് ഇങ്ങനെ വരും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഷ്രഗൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഈ ജോർജറ്റിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇന്നർ ഇതുപോലെ ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് കണ്ടോ, താഴെ വരെ പൊട്ടലി ബട്ടൺ, സ്പോഞ്ച് ബട്ടൺ എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ട് എൻ്റെ സെൽഫായിട്ട് ബോൾസ് വയ്ക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ. ഈ പ്രിൻസസ് കട്ട് കൊടുക്കുമ്പോൾ അതിന് ഇവിടെ ഒരു ഒതുക്കം വരും. അപ്പോൾ ഇങ്ങനെ മോഡൽ സ്റ്റിച്ചിങ്ങിന് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ 500 എബോവ് ആണ് സ്റ്റിച്ചിങ് ചാർജ് വരിക മോഡൽ സ്റ്റിച്ചിങ്ങിന്. അപ്പോൾ അത് സ്റ്റിച്ചിങ് ചാർജ് ഡീറ്റെയിൽസ് ബാക്കി നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് നമ്മൾ ജോർജറ്റിൽ നോർമൽ ചെയ്യാവുന്ന ക്രോസ് കട്ടിങ്, അംബ്രല്ല കട്ടിങ്. എക്സാമിൻ്റെ പീക്ക് ടൈമിലായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ കാണിക്കുന്നത്. ഒത്തിരി പേര് പറയുന്നുണ്ട് കാണും വേണം വീഡിയോ എന്നാൽ സമയവും. ഇതുണ്ട് ജോർജറ്റിൽ അതുപോലെ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു മോഡൽ. നമ്മൾ ഓൾ ഓവർ പ്ലീറ്റ്സ് കൊടുക്കാതെ ഇതുണ്ട്. ഇതിൽ ടോപ്പിൽ രണ്ട് സൈഡിൽ മാത്രം പ്ലീറ്റ്സ്, നടുക്ക് പ്ലീറ്റ്സ് ഇല്ലാതെ. ഇതിന് ഈ നടുക്ക് മാത്രം പ്ലീറ്റ്സ് കൊടുത്ത് രണ്ട് സൈഡ് പ്ലീറ്റ്സ് ഇല്ലാതെ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പല മോഡലിൽ നമുക്ക് കൊച്ചു മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാം. സ്ലീവിന് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ച്ഡ് മോഡൽസ് കാണിക്കാത്തത് സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി വെറൈറ്റി കളക്ഷൻസുമായിട്ട് അടുത്ത ദിവസം കാണാം. അടുത്ത മീൻസ് ട്യൂസ്ഡേ 7 o'clock ഉണ്ടാവും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.